കശ്മീർ അതിർത്തിയിൽ ആക്രമണത്തിന് ശ്രമിച്ച പാകിസ്ഥാന്റെ പോർവിമാനങ്ങളെ ഇന്ത്യൻ പോർവിമാനങ്ങൾ ഇന്നലെ തുരത്തിയിരുന്നു. ഒരു പാക് വിമാനം ഇന്ത്യ വെടിവെച്ചിട്ടതായും ആ ദൗത്യത്തിനിടെ ഇന്ത്യയുടെ ഒരു MiG-21 വിമാനം തകർന്നതായും വിദേശകാര്യ വക്താവ് രവീഷ് കുമാർ അറിയിച്ചിരുന്നു. അതേസമയം ആകാശത്തിലൂടെ ചീറിപ്പായുന്ന യുദ്ധവിമാനങ്ങൾ അതിർത്തി ഗ്രാമങ്ങൾക്ക് ഒരു പുതുമയായിരുന്നു. പോർവിമാനങ്ങളെ അവർ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും അധികം വിമാനങ്ങൾ കാതടപ്പിക്കുന്ന തരത്തിൽ തലങ്ങും വിലങ്ങും ചീറിപ്പായുന്നത് അവർ നേരിട്ട് കാണുന്നത് ഇത് ആദ്യമായാണെന്നാണ് പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ബുധനാഴ്ച രാവിലെ പാകിസ്ഥാന്റെ F-16 വിമാനം ഇന്ത്യ വെടിവെച്ചിട്ടെന്ന വിവരം വന്നതോടെ പൂഞ്ചിലെ കടകൾ മുഴുവൻ അടച്ചിട്ടു. എല്ലാവരും വീടുകളിലേക്ക് പിൻവാങ്ങി. പള്ളികളിലൂടെയും ഗുരുദ്വാരകളിലൂടെയും ക്ഷേത്രങ്ങളിലൂടെയും അറിയിപ്പുകൾ മുഴങ്ങി. എല്ലാവരും അവിടെ ഒരു യുദ്ധത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പുൽവാമ ആക്രമണത്തിന് ശേഷം ജമ്മു കാശ്മീരിൽ സമൂഹ മാധ്യമങ്ങൾക്ക് വിലക്കായിരുന്നു. കഴിഞ്ഞ ദിവസം അത് നീക്കുകയും ചെയ്തു. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയെ പാകിസ്ഥാനുള്ള ഇന്ത്യയുടെ തിരിച്ചടിയാണ് വിഷയം. സൈന്യത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ് മിക്കതും. യുദ്ധമുണ്ടായാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ആധികാരികമല്ലെങ്കിലും ജനങ്ങൾ അതിന് ജാഗ്രതയോടെയാണ് കാണുന്നത്. വാഹനങ്ങളിൽ പെട്രോൾ നിറയ്ക്കുക, മരുന്ന്, കുട്ടികൾക്കുള്ള ഭക്ഷണം തുടങ്ങിയ അത്യാവശ്യ സാധനങ്ങൾ കരുതുക, പണം കരുതുക എന്നിവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. വീടുകളോട് ചേർന്ന് 10 അടി ആഴത്തിൽ ബങ്കർ നിർമ്മിക്കാനും അതിൽ 10 ദിവസങ്ങളിലേക്കുള്ള ഭക്ഷണ സാധനങ്ങളും കുടിവെള്ളവും കരുതാനും നിർദ്ദേശമുണ്ട്. കാര്യങ്ങൾ അറിയാൻ റേഡിയോ കരുതണമെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന നിർദ്ദേശങ്ങളിലുണ്ട്. വാർത്തകളിൽ ബുധനാഴ്ച നിറഞ്ഞ പല കാര്യങ്ങളും നടന്നത് 5 കിലോമീറ്റർ ചുറ്റളവിലാണെങ്കിലും നേരിൽ കാണാത്തത് കൊണ്ടും യാത്രകൾ സാധിക്കാത്തത് കൊണ്ടും ഇവിടെയുള്ള പലർക്കും പൂർണ്ണമായും ഒന്നും അറിയില്ല. ലംബേരിയിലെ സ്കൂൾ ബുധനാഴ്ചയും പ്രവർത്തിച്ചിരുന്നു. അതേസമയം പാകിസ്ഥാന്റെ പോർവിമാനം നൌഷേരയിലെ ലാംബാലിയിലാണ് ഇന്ത്യൻ സേന വെടിവെച്ചിട്ടത്. പാക് പ്രദേശത്ത് 3 കിലോമീറ്റർ ഉള്ളിൽ വീണ ഈ വിമാനത്തിലെ പൈലറ്റ് പാരച്യൂട്ടിൽ രക്ഷപ്പെട്ടതായി റിപ്പോർട്ടുകളും വന്നിരുന്നു. അതേസമയം ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ നിർദ്ദേശിച്ചു. എന്നാൽ ഇന്ത്യ അത് തള്ളുകയായിരുന്നു. പുതിയ സംഭവ വികാസങ്ങളെ തുടർന്ന് അതിർത്തിയിൽ യുദ്ധകാലത്തെന്ന പോലെ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ജനവാസ മേഖലയിലടക്കം വെടിവയ്പും ഷെൽവർഷവും ഇപ്പോഴും തുടരുന്നുണ്ട്. കശ്മീരിൽ 2 ഭീകരരെ സുരക്ഷാ സേന കഴിഞ്ഞ ദിവസം വധിച്ചിരുന്നു. പാക് വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തി കടന്ന വിവരം പുറത്തു വന്നതോടെ പരിഭ്രാന്തി പടർന്ന ഉത്തരേന്ത്യയിലെങ്ങും അതീവ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഇന്നലെ രാവിലെ ജമ്മു കാശ്മീരിലെ പൂഞ്ച്, നൌഷേര സെക്ടറുകളിലാണ് പാകിസ്ഥാൻ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ചത്. അതിർത്തിയിലെ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളിലെ വെടിക്കോപ്പ് ശാലയ്ക്ക് നേരെയും പാക് വിമാനങ്ങൾ ബോംബിട്ടതായും റിപ്പോർട്ടുണ്ട്. വ്യോമാതിർത്തിയിൽ പെട്രോളിംഗ് നടത്തിയ ഇന്ത്യൻ വിമാനങ്ങൾ ഒരു പാക് വിമാനത്തെ വെടിവെച്ചിട്ടതിന് ശേഷമാണ് ഇന്ത്യൻ അതിർത്തി ലക്ഷ്യം വച്ചെത്തിയ പാക് വിമാനങ്ങൾ പിൻവാങ്ങിയത്. ആ ദൗത്യത്തിനിടെയാണ് ഇന്ത്യൻ MiG-21 തകർന്നത്. എന്നാൽ ഈ വിമാനം തങ്ങൾ വെടിവെച്ചിട്ടതാണെന്നാണ് പാക് അവകാശം ഉന്നയിക്കുന്നത്. തങ്ങളുടെ പോർവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ചുവെന്നും ചെറുക്കാൻ വന്ന 2 ഇന്ത്യൻ വിമാനങ്ങളെ വെടിവെച്ചിട്ടെന്നും 2 ഇന്ത്യൻ പൈലറ്റുമാരെ അറസ്റ്റ് ചെയ്യുന്നതുമായിരുന്നു പാകിസ്ഥാൻ ആദ്യം അവകാശപ്പെട്ടത്. എന്നാൽ വിംഗ് കമാൻഡർ അഭിനന്ദൻ മാത്രമാണ് കസ്റ്റഡിയിലുള്ളതെന്ന് പിന്നീട് അവർ സ്ഥിരീകരിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.